ഷെർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. ഇന്ന് +1 ക്ലാസ്സിലെ സെക്കൻഡ് ചാപ്റ്ററായ മദ്രിദു എന്ന പാഠഭാഗത്തിൻ്റെ ആസ്വാദൻ ടിപ്പണി നോക്കാം. നമുക്ക് ഈ ആസ്വാദൻ ടിപ്പണി ഞാൻ പോയിൻ്റാക്കി എഴുതിയിരിക്കുന്നു. നിങ്ങൾക്ക് വേഗത്തിന് വേണ്ടി എഴുതുമ്പോൾ സെൻറ്റൻസാക്കി എഴുതി കൊടുക്കണം കേട്ടോ. എനിക്ക് വായിക്കാൻ പോവാണ്. ശ്രീ ജയശങ്കർ പ്രസാദ് കി സുന്ദർ കവിത. ശ്രീ ജയശങ്കർ പ്രസാദിൻ്റെ സുന്ദരമായ കവിത. ഇതിനകത്ത് ചില ഭാഗങ്ങൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അടിയിൽ വരച്ച്. അത് ഒരു മാർക്കിന് ചോദിക്കാൻ കൊള്ളുന്ന ഭാഗങ്ങളാണ്. ശ്രീ ജയശങ്കർ പ്രസാദിൻ്റെ സുന്ദരമായ കവിതയാണ് ഏതാ? മദ്രിദു. നെക്സ്റ്റ് ഛായാവാദി കവി. അദ്ദേഹം ഛായാവാദി കവി ആയിരുന്നു. അടുത്തത് കവി കെ ശൂന്യ ഹൃദയമേ വസന്തകാൽ പ്രേമികാക്കെ രൂപ ആ ഗയി. കവിയുടെ ശൂന്യമായ ഹൃദയത്തിൽ വസന്തകാലം പ്രേമികയുടെ രൂപത്തിൽ ആകെ വന്നു. അടുത്ത് പ്രേമ വ്യത സഹേലിക്കോ മന്മേ കുടിയ ബന. പ്രേമ വ്യത ദുഃഖം, സ്നേഹത്തിൻ്റെ ആ വ്യതയെ ദുഃഖം നിറഞ്ഞ സഹേലിക്ക് എൻ്റെ മനസ്സിൽ എന്ത് ചെയ്തു? ഒരു കുടിയ ബന. കുടിയെന്ന് വെച്ചാൽ കുടിൽ നിർമ്മിച്ചു. പ്രേമ വ്യതയായ സഹേലിക്ക്, വ്യത ദുഃഖം പറഞ്ഞു. സഹേലി കൂട്ടുകാരിക്ക് മനസ്സിൽ എന്തുണ്ടാക്കി കൊടുത്തു? ഒരു കുടിയെന്ന് വെച്ചാൽ കുടിൽ നിർമ്മിച്ച് കൊടുത്തു, അല്ലെ വള്ളിക്കുടിൽ. അടുത്ത് നോക്കിയേ. ആകാശ ധർത്തിക്ക് ബീച്ച് നിവാസേ. ആകാശത്തിനും ഭൂമിക്കും ഇടയിലുള്ള നിവാസ കേന്ദ്രം. അടുത്ത പ്രേമവിഹീൻ സൂക്കെ തിനകെ ചാട്കണ്ട്ക്കെ പതച്ചടുമേ ഭാഗോ. ആ പതച്ചടൂടെ ആഡ് ചെയ്യണം കേട്ടോ. പ്രേമവിഹീൻ സൂക്കെ തിനകെ. പ്രേമവിഹീനയായ സൂക്കെ തിനകെ എന്ന് വെച്ചാൽ ഉണങ്ങിയ പുൽക്കൊടികൾ. ചാട്കണ്ട് കുറ്റിക്കാട്ടിലെ ഇലകൊഴിയും കാലത്തിലേക്ക് ഭാഗോ ഓടിപ്പോയാലും. സൂക്യത്തിനകയോട് പറയാണ്, കുറ്റിക്കാട്ടിലെ ഇലകൊഴിയും വനത്തിലേക്ക് ഓടിപ്പോയാലും. അടുത്ത പ്രേമഭരെ വാതാവരണമേ നയെ അങ്കുർ ചൂലേങ്കെ. പ്രേമഭരെ സ്നേഹം നിറഞ്ഞ വാതാവരണത്തിൽ, അന്തരീക്ഷത്തിൽ നയെ പുതിയ അങ്കുർ എന്ന് വെച്ചാൽ പൂമുട്ടുകൾ, പുൽനാമുകൾ എന്നൊക്കെ പറയും. അന്ന് ചൂലേങ്കെ ആട്. അടുത്ത നോക്കിയേ. പ്രേമി പുളകിതുഹോ ജായെങ്കെ. പ്രേമി പുളകം കൊള്ളും. അടുത്ത പ്രേമ സംസാർ കിസിക്കോ ബുരാ നഹീം ലഗേഗ. പ്രേമ സംസാർ എന്ന് വെച്ചാൽ സ്നേഹമാകുന്ന ലോകം ആർക്കും മോശമായി തോന്നില്ല. അടുത്ത പ്രേമി മലയാനിൽക്കെ സമാൻ ആയേ. പ്രേമി എങ്ങനെയാണ് വരുന്നത്? മന്ദമാരുതനായി, ചന്ദനക്കാറ്റായി വരുന്നു. എന്നിട്ട് കമൽ നയൻ പർ ചുംബൻ കരേഗ. കമൽ നയൻ, കമൽ എന്ന് വെച്ചാൽ താമര ഇതളുപോലെയുള്ള നയൻ, കണ്ണുകളിൽ ചുംബനം നൽകുകയും ചെയ്യും. ഇസേ രാഗാത്മക ദുനിയാമേ പൂർവ്വസേ ലാലിമ ഫൈലാത്തേ. ഈ ഈ സന്തോഷിപ്പിക്കുന്ന നല്ല സുന്ദരമായ ദുനിയാ ലോകത്തിൽ പൂർവ്വം എന്ന് വെച്ചാൽ കിഴക്ക് ദിക്കിൽ ലാലിമ ചുവപ്പ്, ഫൈലാത്തി വ്യാപിച്ചു. അടുത്ത നോക്കിയ പ്രഭാതമേ ലാലിമ ഫൈലാത്തി സൂരജ് ഉദയം. അതായത് പ്രഭാതത്തിൽ ലാലിമ ചുവപ്പെ ഫൈലാത്തി പരത്തി സൂര്യൻ ഉദിച്ചു. പ്രേമക്ക സംസാർ റോശനിക്ക സംസാർ. സ്നേഹത്തിൻ്റെ ലോകം പ്രകാശത്തിൻ്റെ ലോകമാണ്. അത് ഒരു മാർക്കിന് ചോദിക്കാൻ കൊള്ളാം. അടുത്ത നോക്കിയ രാത്തുമേ ജഗാക്കർ ചാന്ദിനി ആയകി. രാത്രിയിൽ ഉണർത്തിക്കൊണ്ട് ആരെത്തി? നിലാവിൻ്റെ കിരണങ്ങൾ എത്തിച്ചേർന്ന് ഭൂമിയിലേക്ക്. അടുത്ത നോക്കി. പ്രകൃതിമേം വാസക്കി ബൂന്ത് ചിടക്കേക. ചിടക്കേകാണ്. പ്രകൃതിമേം വാസക്കി. പ്രകൃതിയിൽ ഓസെ മഞ്ഞ് കണങ്ങൾ അല്ലെ തുള്ളികൾ ചിടക്കിന തളിച്ചു. അടുത്ത പ്രേമയ്ക്ക് ഇസെ ഏകാന്ത സൃജൻ മേ കിസിക്കോ ബാധ നഹീം. പ്രേമത്തിൻ്റെ ഈ ഏകാന്തമായ സൃഷ്ടിയിലെ ആരും തടസ്സം ഉണ്ടായില്ല. ഇത്രയും പോയിന്റുകളാക്കിയാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. അത് ശരിക്കും സെൻറ്റൻസുകളാക്കി വേണം എഴുതാൻ. അടുത്ത നോക്കിയേ. ക്വസ്റ്റ്യൻ ആൻസേഴ്സൂടെ നോക്കിയേ. 1 വേർഡ് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് തന്നിരിക്കുന്നത്. നോക്കിയിരിക്കുക. സൂക്യത്തിനകെ സേ താത്പര്യഹേ പ്രേമവിഹീൻ ലോകെ. സൂക്യത്തിനകെ എന്നതിൻ്റെ അർത്ഥം എന്താണ്, അല്ലെ അതിൻ്റെ താല്പര്യം എന്താണ്? അതിൻ്റെ ആൻസറാണ് പ്രേമവിഹീനമായ ലോകജനങ്ങൾ. അടുത്ത നോക്കിയേ. ഉഷ ശബ്ദ കിൻ കി ഓർ ഈശാര. ഉഷ എന്ന ശബ്ദം, പ്രഭാതം എന്ന വാക്ക് ഏതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്? ഏതിലേക്ക്? പ്രഭാത ആറ് പ്രേമിക, പ്രഭാതവും പ്രേമികയും. അടുത്ത ലഘുപ്രാഞ്ചി മേ ക്യാ കിൽത്തെ. ലഘുപ്രാഞ്ചി കിഴക്ക് ദിക്കിൽ എന്താണ്? കിൽന വിടർന്നത്. ആൻസർ ജവാകുസം കി തരഹ സൂരജ്. ജവാകുസം വെച്ച ചെമ്പരത്തി പൂ പോലെ സൂര്യൻ. അടുത്ത നോക്കിയ. അന്ധകാർ കി ജലതിയിൽ ലാന്ത്കർ കോൻ ആയ. അന്ധകാരമാകുന്ന ഇരുട്ടാകുന്ന സാഗരം കടന്ന് കോനായ ആര് വന്നു? ആൻസർ ശശി കിരണേ, ചന്ദ്രകിരണങ്ങൾ.
അടുത്ത അന്തരീക്ഷ പ്രകൃതിമേ ക്യാ ചിടക്കുത്ത, അന്തരീക്ഷം പ്രകൃതിയിൽ എന്താണ് ചിടക്കിന, തളിക്കുക, വിതറുക എന്നൊക്കെയാണ്. ആൻസർ തൂഹി എന്ന ചഹിമകണം. അടുത്ത നോക്കിയേ ചാട്ട്കണ്ട് മേ ഖോൻ ഭാഗേക, ചാട്ട്കണ്ട് കുറ്റിക്കാട്ടിലേക്ക് ആരാണ് ഇല കൊഴിയുന്ന കാലത്തിലേക്ക് അല്ലെ ഭാഗത്തേക്ക് ഓടിപ്പോയത്? ആൻസർ സൂക്യത്തിനകെ. അടുത്ത നോക്കിയേ വ്യത സാത്തിനിക്കോ ക്യാ ബനേക, വ്യതയായ ദുഃഖമുള്ള സാത്തിൻ എന്ന് വെച്ചാൽ കൂട്ടുകാരിക്ക് ക്യാ ബനേക എന്ത് നിർമ്മിച്ചു കൊടുത്തു? ആൻസർ കുടിയ. അടുത്ത സാത്തിൻ കെ മൻമേ ക്യാ ഭര, സാത്തിനിയുടെ അല്ലെ കൂട്ടുകാരി സഹേലിയുടെ മനസ്സിൽ എന്താണ് നിറഞ്ഞത്? ആൻസർ പ്രേമ വ്യത, സ്നേഹമാകുന്ന വ്യത ദുഃഖം. ഇത്രയുമാണ്. ഇതിനകത്ത് തന്നെ എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും കിട്ടും. 2 മാർക്ക് ഈ അപ്രിസിയേഷൻ എഴുതിയതിനകത്തുണ്ട്. അത് നോക്കി എന്താണെന്ന് വെച്ചാൽ ചോദിക്കുമ്പോൾ അതനുസരിച്ച് എഴുതി കൊടുക്കുക. അങ്ങനെ മധുരതുവിലെ ഇത്രയും നോട്ട്സ് പഠിച്ചാൽ മതി, ഇതിനകത്ത് തന്നെ കിട്ടും. ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ക്ലാസ് നമുക്ക് അടുത്ത ക്ലാസ്സുമായി കാണാം. ഓക്കെ, ശരി.